നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് SUT ഹോസ്പിറ്റൽ പട്ടത്തിലെ സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ ശിവരാമകൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഈ കിഡ്നി മാറ്റിവെക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കിഡ്നി നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു കേടായ കിഡ്നി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 കിഡ്നികളും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം പല ആൾക്കാർ നമുക്ക് പ്രമേഹ ബാധിതരുണ്ട്, പലതരം അസുഖങ്ങൾ ബാധിച്ചവരുണ്ട്. ഒക്കെ വന്നതിന് ശേഷം ഒരു കിഡ്നി ഡിസീസ് ഫോം ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ആകുന്നു. ഡോക്ടർ അവസാനം വിധി എഴുതുന്നു. ഇനി മുന്നോട്ടുള്ള ചികിത്സ ഒരു ട്രാൻസ്പ്ലാന്റ് മുഖേന മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡയാലിസിസ് പോലെയുള്ള ടെമ്പററി പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം നിങ്ങൾ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തപ്പെടുന്നത്. ഇപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിൽ എത്രത്തോളം വിജയകരമായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്, അതിനുള്ള ഒരു നല്ലൊരു ബാക്ക് ബോണും അതുപോലെ തന്നെ വൃക്കയുടെ അവൈലബിലിറ്റിയും കേരളത്തിൽ എത്രത്തോളം? കേരളത്തിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെയധികം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അതായത് ആദ്യമായിട്ട് കേരളത്തിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വളരെ റൊട്ടീനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നുണ്ട്. മറ്റ് എല്ലാ മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഇപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു സാധാരണ രീതിയിലുള്ള ഒട്ടും കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ കേരളത്തിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പ്രോഗ്രാം നടന്നു വരികയാണ്. തീർച്ചയായിട്ടും. എപ്പോഴും നമ്മുടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരാൾക്ക് ഒരു കിഡ്നി ആവശ്യമായിട്ട് വരിക എന്നുള്ളത് എപ്പോഴും നമ്മുടെ ചോദ്യം. നമുക്കറിയാം കിഡ്നി ബാധ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ ഒരുപാട് കൂടുന്നതോട് തന്നെ നമുക്കറിയാം ഒരു വീട്ടിലൊരു പ്രമേഹ രോഗി എന്നുള്ള ഒരു അളവിൽ ഇന്ന് നമുക്ക് പ്രമേഹ ബാധിതർ നമ്മുടെ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റിക്സ്, പ്രമേഹം നന്നായിട്ട് കൺട്രോൾ ചെയ്യാത്ത ആൾക്കാരും അതുപോലെ തന്നെ കുറച്ചൊക്കെ കിഡ്നിയെ ബാധിച്ചിട്ടുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ടും. എപ്പോഴാണ് നമുക്കൊരു ഒരു ഒരു ഇത് ആവശ്യമായിട്ട് വരിക? നമ്മൾ ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഇൻഡിക്കേഷനായിട്ട്, അതായത് വേണ്ടി വരുന്ന ആ സാഹചര്യം സാധാരണഗതിയിൽ എൻഡ് സ്റ്റേജ് ഡീനൽ ഡിസീസസ് എന്ന് പറയും. അതായത് രണ്ട് വൃക്കകളും വളരെയധികം തകരാറിലായി ആ രോഗിക്ക് ഒരു ഡയാലിസിസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാത്രമേ ഫർദറായിട്ട് അദ്ദേഹത്തിന് മുൻപോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഒരു സ്റ്റേജ് വരുമ്പോഴാണ് ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരുന്നത്. അതിൽ സാധാരണ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുന്നത് ഈ ഡയബറ്റിക് നെഫ്രോപ്പതി. അതായത് ഡയബറ്റിസ് എന്ന അസുഖം ഉണ്ടായിട്ട് അത് പല ഓർഗൻസിനെ ബാധിക്കും. പക്ഷെ വൃക്കകളെ കാര്യമായ രീതിയിൽ ബാധിച്ച് അങ്ങനെ വൃക്കകൾ രണ്ടും തകരാറിലാകുമ്പോൾ ഉള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടി വരും. മാത്രമല്ല വേറെ ചില ഈ ക്രോണിക് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, പിന്നെ ചിലർക്ക് വൃക്കകൾ കൊണ്ട് തന്നെ ഈ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ ഒരുപാടുണ്ടാകും, BP വളരെ കൂടും. അങ്ങനെ കൂടി ആ വൃക്കകളുടെ കംപ്ലീറ്റായി തകരാറ് വരുമ്പോൾ വേറെ രീതിയിൽ പുതിയൊരു വൃക്ക ഘടിപ്പിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടീഷൻസിലും ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാം. തീർച്ചയായിട്ടും. ഈ വൃക്കയിലെ അവൈലബിലിറ്റിയെ കുറിച്ചാണ് നമ്മുടെ അടുത്തായിട്ട്, അതാണ് ഏറ്റവും സങ്കീർണമായ ഒരിത്. എന്നാൽ ഇപ്പോൾ എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസിലുള്ള രോഗികൾ വളരെ കൂടുതലാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഓർഗൻസ് അവൈലബിലിറ്റി വളരെ കുറവാണ്. അത് ഇന്ത്യ മൊത്തമായിട്ടും ആ ഒരു പ്രതിഭാസമുണ്ട്. മാത്രമല്ല ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് മറികടക്കാനായിട്ട് ഇപ്പോൾ കഡാവർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു ഇതിലേക്ക് മാറുകയാണ്. പക്ഷേ അത് കേരളത്തിലും വളരെ നല്ല രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആദ്യമൊക്കെയാണെങ്കിൽ ലൈവ് റിലേറ്റഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഓർഗൻ അവൈലബിലിറ്റി വളരെ കുറയുന്നതുകൊണ്ട് ഇപ്പോൾ ഒരാൾ ഡെത്തായി, അത് ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർഗൻസ്, ഫോർ എക്സാമ്പിൾ കിഡ്നി, ലിവർ, ഹാർട്ട്, പല ഓർഗൻസും ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആ ഓർഗൻ അവൈലബിലിറ്റി ഒരു പരിധി വരെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ആ ഒരു അവൈലബിലിറ്റി ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ ബ്രെയിൻ ഡെത്ത് കഡാവർ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം അത് കേരളത്തിൽ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇൻഫാക്റ്റ്
കൺസിഡറിങ് നമ്മളെ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണ് ഈ കഡാവർ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഏറ്റവും ഈ വർഷം കൂടുതൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കിഡ്നി അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കലിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കൊക്കെ കിഡ്നി നമുക്ക് കൊടുക്കാം? ഒരാൾക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് നമുക്കറിയാം സ്വമേധയാ കിഡ്നി ദാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർ അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ കിഡ്നി ദാനം ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം, ദൈവം നമുക്ക് 2 കിഡ്നി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു കിഡ്നി കൊണ്ട് മതിയാവും അയാളുടെ ലൈഫ് ടൈം ജീവിക്കാൻ? ഒരു കിഡ്നിയുടെ നല്ല പ്രവർത്തനശേഷിയുള്ള ഒരു കിഡ്നി മാത്രം മതിയാവും അദ്ദേഹത്തിന് ജീവിക്കാൻ? അതൊരു നല്ലൊരു ചോദ്യമാണ്. അതായത് ആർക്കാണ് ഈ കിഡ്നി കൊടുക്കാൻ പറ്റുന്ന ആൾ? അത് ടു ബി ഫ്രാങ്ക്, ഒരാൾക്ക് ഒരു ജീവിതകാലം മുഴുവൻ സുഖമായി ഒരു അസുഖവും വരാതെ ജീവിക്കാൻ ഒരു കിഡ്നി മാത്രം മതിയാകും. അദ്ദേഹത്തിന് അങ്ങനെ ഒരാളിന് മറ്റേ കിഡ്നി ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. അതിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. കൊടുക്കുന്ന ആൾക്ക് വേറെ രീതിയിലുള്ള അസുഖങ്ങളൊന്നും പാടില്ല. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, പിന്നെ ഏജ് ഫാക്ടർ. വളരെയധികം പ്രായം ചെന്ന ആൾ, അറൗണ്ട് എബോവ് 60 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കിഡ്നി കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയും. പക്ഷേ യങ്സ്റ്റേഴ്സ് 40 വയസ്സ് 30 വയസ്സുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് വൃക്ക ദാനം ചെയ്യാവുന്നതാണ്. അവർക്ക് ആ ദാനം ചെയ്തതിന് ശേഷമുള്ള ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും സാധാരണഗതിയിൽ വരാറില്ല. തീർച്ചയായിട്ടും ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പറയുന്നത് ഇതൊരു വലിയൊരു മേജർ സർജറിയാണ്. അതായത് കൊടുക്കുന്ന ആളും അതുപോലെ സ്വീകരിക്കുന്ന ആളും ഒരു വലിയ സർജറിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിൽ കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത്, ഇപ്പോൾ ഒരാളുടെ ഇരിക്കുന്ന കിഡ്നി എടുത്തു മാറ്റി മറ്റൊരാളുടെ വയ്ക്കുമ്പോൾ എപ്പോഴും ആൾക്കാർക്കൊണ്ടൊരു സംശയം എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിരിക്കുന്ന, അതായത് ഈ വയ്ക്കുന്ന ആളിൻ്റെ കിഡ്നി എടുത്തു മാറ്റിയിട്ടാണോ ഈ പുതിയത് വെക്കുന്നത്? അല്ലല്ല, അത് ഒരു മിസ്കൺസെപ്ഷൻസ് ആണ്. പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. ഒരാളുടെ വയ്ക്കുന്ന ആളിൻ്റെ വൃക്കകൾ എടുത്തു മാറ്റാറില്ല. അദ്ദേഹത്തിൻ്റെ 2 വൃക്കകൾ ആൾറെഡി കേടായിപ്പോയി. അപ്പോൾ പുതിയ നല്ല വൃക്ക അദ്ദേഹത്തിൻ്റെ വേറെ ഒരു സ്ഥലത്താണ് ഫിറ്റ് ചെയ്യുന്നത്. അത് സാധാരണ വയറിൻ്റെ വലതുഭാഗത്ത് താഴെയുള്ള ആ സ്ഥലത്താണ് പുതിയ വൃക്ക അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കുന്നത്. അതൊരു സങ്കീർണമായ ശസ്ത്രക്രിയ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിപ്പോൾ അത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ വളരെ സുഗമമായി നടക്കുന്ന ഒരു ശസ്ത്രക്രിയയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ പുതിയ വൃക്ക വയ്ക്കുന്നത് ഈ ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്താണ്. ആ എടുത്ത വൃക്ക അദ്ദേഹത്തിൻ്റെ രക്തധമനികളിൽ ഘടിപ്പിച്ച് അതിൽ നിന്ന് വരുന്ന യൂറിന് അദ്ദേഹത്തിൻ്റെ തന്നെ യൂറിനറി ബ്ലാഡറിൽ ഘടിപ്പിക്കും. അങ്ങനെയാണ് ആ വൃക്ക വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേറ്റീവ് കിഡ്നി, അതായത് കേടായ കിഡ്നി എടുത്തു മാറ്റാറില്ല. എക്സെപ്റ്റ് വളരെ റെയർ കണ്ടീഷൻസിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. സാർ, നമുക്ക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാനുള്ളത്, ഇപ്പോൾ നമുക്കറിയാം വളരെ ക്ലോസ് റിലേറ്റീവ്സിന് കൊടുക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്ക്, ഇവർക്ക് കൊടുക്കാവുന്ന കാര്യമാണ്. പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത് പലപ്പോഴും കൊടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. പല റീസണിൽ ഇത് കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ എന്താണ് അത്? നമ്മുടെ ഒരു കിഡ്നി എല്ലാവർക്കും നമുക്ക് ചേരുമോ? അതായത് ഇപ്പോൾ ലൈവ് റിലേറ്റഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റാണ് ക്ലോസ് റിലേറ്റീവ്സിൻ്റെ കൊടുക്കുന്നത്. അത് നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരിമാർ, ആ ഒരു ക്രൈറ്റീരിയ കൂടി സ്വന്തം, അച്ഛൻ, അമ്മ, വൈഫ് വരെ ആ ക്ലോസ് റിലേറ്റീവ്സ് ലൈവ് റിലേറ്റഡിന് പറ്റും. പക്ഷേ ആ ലൈവ് റിലേറ്റഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് നല്ല റിസൾട്ട് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ എല്ലാവർക്കും ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു ഡോണർ കിട്ടണം എന്നില്ല. പലരും എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറിലോട്ട് പോയി ഒരു വൃക്ക ദാതാവിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അൺറിലേറ്റഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിലേക്ക് പോകുന്നത്. അതായത് ഒരാൾ സ്വമേധയാ ഒരാൾക്ക് വൃക്കദാനം ചെയ്യാം എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ കിഡ്നിയും ഇദ്ദേഹത്തിൻ്റെ ശരീരവുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ അതിന് ചില ടെസ്റ്റുകളുണ്ട്, ടിഷ്യൂ ക്രോസ് മാച്ചിങ് ഒക്കെ ചെയ്ത് ആ വൃക്കകൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ വേറെ അതിൻ്റെ റിജക്ഷൻ, അതായത് ആ ശരീരം അതിന് കിഡ്നിയെ റിജക്റ്റ് ചെയ്യത്തില്ല എന്നെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആ വൃക്കകൾ നമ്മൾ എടുക്കാറുള്ളൂ. തീർച്ചയായിട്ടും ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ്, അതായത് ഈ ഡോണർക്ക് മറ്റേതെങ്കിലുമൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്?
സാധാരണ യാതൊരുവിധ പ്രശ്നങ്ങളും ഒരിക്കലും ഡോണറിന് വരാറില്ല. എന്നാൽ ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൃക്ക ധാരാളം മതി, പുള്ളിയുടെ നോർമൽ ലൈഫിന് മതി. അപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 4th or 5th ഡേക്ക് പുള്ളിക്ക് വീട്ടിലെത്താം, ഡിസ്ചാർജ് ചെയ്ത് പോകാം. മാത്രമല്ല ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പുള്ളിയുടെ സാധാരണഗതിയിലുള്ള എല്ലാ ജോലികളും ചെയ്ത് സാധാരണ പോലുള്ള ജീവിതം സുഖമായി നയിക്കാൻ പറ്റുന്നതാണ്. എല്ലാ രീതിയിലും ഉള്ള എല്ലാ ജോലികളും ഒക്കെ ചെയ്ത് വളരെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നതാണ് ഡോണർ നെഫ്രക്ടമി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ. യാതൊരുവിധ പ്രശ്നങ്ങളും. ഒരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഈ പുതിയ വൃക്കയ്ക്ക് എത്രയാണ് അതിൻ്റെ കാലാവധി? നമുക്ക് എത്ര നാളായി ഇത് വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ അതിന് സാധിക്കും? അതായത് ഏറ്റവും മാച്ചുള്ള ഒരു കിഡ്നി, ഫോർ എക്സാമ്പിൾ ഐഡൻറ്റിക്കൽ നല്ല ഐഡിയൽ മാച്ച് ഒരു ട്വിൻസിൻ്റെ കിഡ്നിയാണ്. അതുപോലെ ഒരു കിഡ്നി കിട്ടിക്കഴിഞ്ഞ് അത് ഇനീഷ്യൽ സ്റ്റേജ്, അതായത് ആ ശസ്ത്രക്രിയ ചെയ്യുന്ന ആ പോയിൻ്റ് തൊട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ ആ വൃക്ക അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ച് രക്തധമനികളുമായി അനസ്റ്റമോസിസ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് യൂറിൻ സെക്രീഷൻ വരും. കിഡ്നി എന്നുള്ളത് ഒരു ബിഗ് ദൈവം തന്ന ഒരു ഡയാലിസിസ് യൂണിറ്റാണ്. സോ ഇമ്മീഡിയറ്റ് യൂറിൻ ഔട്ട്പുട്ട് വന്ന് ആ ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ പീരീഡിൽ യാതൊരുവിധ കോംപ്ലിക്കേഷൻസും വരാതിരുന്നാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡും വളരെ വളരെ സ്മൂത്തായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഓഫ് കോഴ്സ് ചില മരുന്നുകൾ വേണ്ടി വരും ആ കിഡ്നി റിജക്റ്റ് ചെയ്യാതിരിക്കാൻ. അതിൻ്റെ മരുന്നുകൾ നല്ല രീതിയിൽ കറക്റ്റായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധാരണ ഒരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അറൗണ്ട് ഒരു 15 to 20 years വരെ ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ സാധാരണ രീതിയിലുള്ള ജീവിതം നയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉപയോഗം വന്നതിന് ശേഷം ഹെഡ് ഇഞ്ചുറി കേസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോഡ് ട്രാഫിക്സ് ആക്സിഡൻറ്റ് മുഖേന മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ദിവസവും നമുക്ക് പത്രത്തിൽ നോക്കിയാൽ ഏറെക്കുറെ അതിൻ്റെ വ്യാപ്തി അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ആൾക്കാരിൽ നിന്ന് നമുക്ക് കിഡ്നി ലഭിക്കുകയാണെങ്കിൽ, ഇവർ മരിച്ചു പോകുന്ന ആൾക്കാരുടെ നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഓർഗൻസ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഈ കിഡ്നി ക്ഷാമം, അതായത് ഈ അസുഖം ബാധിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്ഷാമം ഒരു പരിധി വരെയെങ്കിലും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അതായത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ഒരു പുണ്യമാണ്. അദ്ദേഹത്തിൻ്റെ പല ഓർഗൻസും എത്രയോ ജീവൻ നൽകാൻ പറ്റും. അതിപ്പം താങ്കൾ പറഞ്ഞ പോലെ റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഒക്കെ ഒത്തിരി കൂടിയിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ മൃതസഞ്ജീവനി എന്നൊരു പ്രോഗ്രാമുണ്ട്, ഗവൺമെൻറ് സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാം എന്ന് തന്നെയാണ്. നേരത്തെ ഒരു ഡോണർ കാർഡ് വരെ ഇപ്പം നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ വന്ന ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ അവരുടെ വൃക്കകളും ലിവർ, ഹാർട്ട് മറ്റ് രോഗികൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അത് ഒരു പരിധിവരെ ഈ ഓർഗൻ ഷോർട്ടേജിന് വളരെ വളരെ ഒരു സഹായകരമായ ഒരു പദ്ധതിയാണ്. അത് ഈ മൃതസഞ്ജീവനി എന്നുള്ള പദ്ധതി ഈ കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് കടാവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വളരെ നല്ല രീതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ മുതൽ ഞാൻ ആ പ്രോഗ്രാമിൽ സഹകരിക്കുന്നുണ്ടായെന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷകരമായ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും ഈ വൃക്ക മാറ്റിവെക്കൽ അല്ലെങ്കിൽ ഒരാൾക്ക് കിഡ്നി കൊടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഒരു സ്വമേധയാ ഒരു കിഡ്നി മറ്റുള്ള ആർക്കെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുക? ഒരു ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞാൽ അത് സാധിക്കും? അവർക്ക് എന്താണ് അതിൻ്റെ ഒരു ഗവൺമെൻറ് സിസ്റ്റം? അതായത് ഒരാൾക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ഒരു നെഫ്രോളജി വിഭാഗത്തിലോ ഇല്ല മെഡിക്കൽ കോളേജിലെ ഏതെങ്കിലും യൂറോളജി നെഫ്രോളജി വിഭാഗത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് വോളണ്ടറി ആയിട്ട് വൃക്ക നൽകാൻ തയ്യാറാണ് എന്നും പറഞ്ഞൊരു രജിസ്ട്രേഷൻ ഉണ്ട്, പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ. മാത്രമല്ല ഈ മരണപ്പെട്ട് കഴിഞ്ഞാലും എൻ്റെ ഓർഗൻ സമൂഹത്തിന് നൽകാനായിട്ടുള്ള ആ നല്ല ചിന്തയോടുകൂടി വരുന്നവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും മരണപ്പെട്ടോ പ്രോബ്ലമോ വരികയാണെങ്കിൽ ആ ഡോണർ കാർഡ് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ കാർഡ് ഉണ്ടതുകൊണ്ടും പിന്നെ അവരുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ സമ്മതത്തോടു കൂടിയും ആ ഓർഗൻ മറ്റുള്ളവർക്ക് ഘടിപ്പിക്കാനുള്ള ആ സംവിധാനം ഇപ്പോൾ വളരെ
ലഘൂകരിച്ചിട്ടുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തീർച്ചയായും സാർ, നേരത്തെ നമ്മൾ ഒരാൾക്ക് കിഡ്നി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് സാർ പറഞ്ഞു. ഒരു മെഡിക്കൽ കോളേജിൽ പോയി അവിടെ നമുക്കൊരു രജിസ്ട്രി ഉണ്ട്, അവിടേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സാധിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, പലപ്പോഴും നമ്മളൊരു നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി പലതരം ട്രീറ്റ്മെൻറ്റുകൾ എടുത്തതിന് ശേഷം ഇത് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസാണ്, ഡയാലിസിസ് കൂടിയാണ് ഈ പേഷ്യൻ്റ് പോകുന്നത്, ഇനി ഒരു കിഡ്നിയുടെ ആവശ്യമുണ്ട് എന്ന് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കിഡ്നിയുടെ ആവശ്യകത വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് അദ്ദേഹത്തിന് വെയിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ ഈ പുള്ളിക്ക് ഒരു വൃക്ക മാറ്റി വെക്കണം എന്ന് ഡോക്ടർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 രീതിയിൽ നമുക്ക് നീങ്ങാം. ഒന്ന്, പുള്ളിയുടെ ഫാമിലിയിലുള്ള തന്നെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ വൃക്ക ഇദ്ദേഹത്തിൻ്റെ വൃക്കമായി ചേരുമോ എന്ന് ഒരു വർക്കപ്പുണ്ട്. അത് നെഫ്രോളജിയിലെ ഡോക്ടറും യൂറോളജിയിലെ ഡോക്ടർമാർ കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനോ സഹോദരി, അച്ഛനോ അമ്മയുടെ വൃക്കകൾ ചേരും, അതിൻ്റെ ഒരു ടിഷ്യൂ ക്രോസ് മാച്ചിങ് ഒക്കെ ഉണ്ടാക്കി ചേരും എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ കിഡ്നി അവരുടെ സ്വന്തക്കാരുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ വൃക്ക എടുക്കുന്നത് നല്ല അഭികാമ്യമാണ്. പക്ഷേ പലർക്കും അങ്ങനെ ഒരു ഡോണർ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഡെയിലി ഡയാലിസിസ് ഡിപ്പെൻഡൻറ്റുമാണ്, കിഡ്നി കിട്ടുന്നുമില്ല, ഡോണർ കിട്ടാത്ത എത്രയോ കേസുകളുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ അവർ ചെയ്യേണ്ടത് നമ്മുടെ മൃതസഞ്ജീവനി എന്നുള്ള പ്രോഗ്രാമിൽ അവർ രജിസ്റ്റർ ചെയ്യണം. അതായത് അവർക്ക് എൻഡ് സ്റ്റേജ് ഡിസീസായി അവർക്ക് വൃക്ക മാറ്റി വെക്കണം എന്ന് തീരുമാനം എടുത്തതിന് ശേഷം നമ്മുടെ കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് ക്നോസ് എന്നൊരു സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സീനിയോറിറ്റി അനുസരിച്ച്, എന്ന് പറഞ്ഞാൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ എന്നും ഡയാലിസിസ് ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം അവരുടെ ഒരു സീനിയോറിറ്റി അനുസരിച്ച് കറക്റ്റായിട്ട് അവരുടെ സീനിയോറിറ്റിയുടെ ആ സമയം എത്തുമ്പോൾ തന്നെ അവരെ അറിയിക്കുന്നതായിരിക്കും. അവർ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രെയിൻ ഡെത്തായ ഒരു പേഷ്യൻ്റ് എങ്ങാനും വരികയാണെങ്കിൽ ആ കിഡ്നിയുടെ അവരുടെ ബ്ലഡും ഈ റെസിപ്പിയൻ്റ്, അതായത് വൃക്ക വയ്ക്കുന്ന ആ രോഗിയുടെയും ടിഷ്യൂ ക്രോസ് മാച്ചിങ് ഒക്കെ റെഡി ആകുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ വൃക്ക അദ്ദേഹത്തിന് അലോട്ട് ചെയ്യുന്നതായിരിക്കും. അതൊരു സെൻട്രൽ പ്രോസസ്സാണ്. ആ ഒരു സീനിയോറിറ്റിയുടെ ബേസിസ് വെച്ചാണ് അത് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലാണ് ഒരു ബ്രെയിൻ ഡെത്ത് വരികയാണെന്നുണ്ടെങ്കിൽ 2 വൃക്കകളിലുള്ളതിൽ ഒരു വൃക്ക മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഹോസ്പിറ്റലും ഒരു വൃക്ക അവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ സംവിധാനം. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞാൽ അതിന് ഏതെങ്കിലും രീതിയിലുള്ള ഐഡിയ ഉണ്ടോ സാറിന്? ഒരു വൃക്ക മാറ്റിവെക്കൽ പീരീഡ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഒരിക്കൽ പോയി രജിസ്റ്റർ ചെയ്ത് ഒരു 3 ആഴ്ചക്കകം നമുക്ക് വൃക്ക കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ചിലർക്ക് എറൗണ്ട് ഒരു 1 ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ചിലർക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു വൃക്ക മസ്തിഷ്ക മരണം വന്നുള്ള ഒരു വൃക്ക ഒരു 4-5 പേർക്ക് വന്നതിൽ 4 പേർക്കും ചേർന്നില്ല എന്ന് വരുമ്പോഴത്തേക്കും അടുത്ത 5ാമൻ്റെ ആൾ ചേരുന്നതുകൊണ്ട് അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ വൃക്ക കിട്ടുമെന്നായിരിക്കും. പക്ഷേ പൊതുവേ എറൗണ്ട് ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമേ അത് കിട്ടുന്നുള്ളൂ. അത്രയ്ക്കുള്ള ഒരു ഓർഗൻ ഷോർട്ടേജ്, അതൊരു വേൾഡ് വൈഡ് ഒരു ഫിനോമിനനാണ്. അത് ഇന്ത്യയിലുണ്ട്. പക്ഷേ കേരളത്തിൽ അത് ഒരു പരിധി കൂടുതൽ ഓർഗൻ ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ അതിന് ഒരു പരിധി വരെ ഈ കഡാവർ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം വളരെയധികം ഒരു നല്ല രീതിയിൽ അതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഓപ്പറേഷൻ ടൈമിങ്ങിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഒരു ശസ്ത്രക്രിയയുടെ സങ്കീർണത അതിൻ്റെ സമയവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് ഒരു ആവറേജ്, നമുക്കറിയാം ഒരിക്കലും ഇതുപോലെ ഒരു ടൈം പീരീഡ് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ശസ്ത്രക്രിയ അല്ല യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി. എന്നിരുന്നാലും ഒരു ആവറേജ് ടൈമിങ് നമുക്കൊരു കഡാവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് എത്രയാണ് ഇതിനൊരു ടൈം എടുക്കുക എന്നുള്ളത്? കഡാവർ ട്രാൻസ്പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്മീഡിയറ്റ് ഒരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞ് ആ രോഗിയിൽ നിന്നും വൃക്ക ഉടൻ തന്നെ ഹാർവെസ്റ്റ് ചെയ്യും. ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വൃക്ക എടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ, അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ആ റെസിപ്പിയനെ ആ സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്ത് സൈമൾട്ടേനിയസ് ആയിട്ട് ടേബിളിൽ റെഡിയാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്ത കിഡ്നിയെ മറ്റേ റെസിപ്പിയനിൽ വെച്ച് ഘടിപ്പിക്കുന്നതാണ് ഉത്തമം. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ ബ്രെയിൻ ഡെത്തായ ഒരു സ്ഥലത്തു നിന്ന് ആ വൃക്ക
വേറൊരു സ്ഥലത്ത് കൊണ്ടുവരാനായിട്ടുള്ള ചില താമസങ്ങൾ ഉണ്ടാകും. പക്ഷേ വൃക്കകളെ സംബന്ധിച്ചോളം ഒരു പരിധി അറൗണ്ട് ഒരു 12 മണിക്കൂർക്കുള്ളിൽ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ ഐഡിയലി അത്രയും സമയം കൂടെ പോകാതെ ആസ് ഏർലി ആസ് പോസിബിൾ ആ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് ഐഡിയൽ സിറ്റുവേഷൻസ്. പക്ഷേ എപ്പോഴും അതുപോലെ നടക്കണമെന്നില്ല. എന്നാൽ സപ്പോസ് ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഒരു വൃക്ക അവൈലബിലിറ്റി ഉള്ളത്, കോഴിക്കോടാണ് ആ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കോഴിക്കോട് വരെ ട്രാൻസ്പോർട്ടേഷൻ ടൈം ഫാക്ടർ ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്നിരുന്നാലും അത് അവിടെ പോയി അത് വൃക്ക മാറ്റിവെക്കാൻ നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഐഡിയലി ആ ടൈം പീരീഡ് മിനിമൈസ് ചെയ്യുന്നതാണ് നല്ലത്. വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഡയാലിസിസ് ഒന്നും ഇല്ലാതെ തന്നെ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുമോ? ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഇദ്ദേഹത്തിന് ഡയാലിസിസ് പോലെയുള്ള അല്ലെങ്കിൽ പ്രക്രിയയിൽ നിന്ന് ഇദ്ദേഹത്തിന് മോചനം കിട്ടുമോ? കറക്റ്റ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ വൃക്ക മാറ്റിവെക്കി ശസ്ത്രക്രിയ വിജയകരമാണ് എന്ന് ആയിക്കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഡയാലിസിസ് വേണ്ടി വരില്ല. പക്ഷേ അറൗണ്ട് ഒരു 95% ഓഫ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി സക്സസ്ഫുൾ ആണ്. അങ്ങനെ സക്സസ്ഫുൾ ആയ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്ക് ഒരിക്കലും ഭാവിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 ഇയേഴ്സ് ഡയാലിസിസിൻ്റെ ആവശ്യകത വേണ്ട. പക്ഷേ പുള്ളിക്കാരന് ആ വൃക്ക റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ കൃത്യമായി കഴിക്കേണ്ടി വരും. പക്ഷേ ആ ഡയാലിസിസ് എന്നുള്ള ഇതിൽ നിന്ന് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ചില ആൾക്കാർക്ക് വൃക്ക മാറ്റി വെച്ചതിന് ശേഷവും ചിലപ്പോൾ ആ വൃക്ക ശരിയായ പ്രവർത്തനം ആയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഹി മേ ബി അഗെയിൻ ഡയാലിസിസ് ഡിപ്പെൻഡൻ്റ് ആകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചിലർക്ക് ക്രോണിക് റിജക്ഷൻ എന്ന് പറയും. അതായത് ഒരു ഡയബറ്റിക് നെഫ്രോപ്പതി പേഷ്യൻറ്റിന് നമ്മൾ വൃക്ക മാറ്റി വെച്ചാൽ ആ ഡയബറ്റിസ് അസുഖം പുതിയ വൃക്കകളെയും ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുമ്പോൾ ഭാവിയിൽ ചിലർക്ക് ഡയാലിസിസ് വേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വൃക്ക മാറ്റി വെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഡയാലിസിസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എൻ സ്റ്റേജ് റീനൽ ഡിസീസിലേക്ക് എത്തുമ്പോൾ പേഷ്യൻ്റ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്. ചില ഭൂരിഭാഗം ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റില്ല, ഉപ്പ് റെസ്ട്രിക്ഷൻസ് വരുന്നു, പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് വരുന്നു. ഇത്തരം റെസ്ട്രിക്ഷൻസ് യഥാർത്ഥത്തിൽ എൻ സ്റ്റേജ് റീനൽ ഡിസീസ് ഉള്ളവർക്ക് പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട്. അപ്പോൾ ഈ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മറ്റുള്ളവരെ നോർമൽ ആളിനെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ഒക്കെ ചെയ്യാം. അതായത് സക്സസ്ഫുൾ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധാരണ പോലുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റും. പ്രൊവൈഡഡ് അദ്ദേഹത്തിൻ്റെ മരുന്നുകളൊക്കെ സാധാരണ പോലെ കഴിച്ചിട്ട് അദ്ദേഹം പണ്ടിരുന്നതുപോലെ ഉപ്പ് കുറയ്ക്കുക മറ്റേത് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല. നല്ല രീതിയിലുള്ള സാധാരണഗതിയിലുള്ള നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്, മാത്രമല്ല സാധാരണ പോലുള്ള വ്യായാമം അദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിതത്തിലുള്ള ഒരു ദിവസം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും സാധാരണഗതിയിൽ സുഗമമായി ജീവിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു അൺമാരീഡ് ഗൈ ആണെന്നുണ്ടെങ്കിൽ പുള്ളി വൃക്ക മാറ്റിവെച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് പുള്ളിയുടെ വിവാഹം കഴിഞ്ഞ് കുട്ടികൾ വരെ ഉണ്ടായി സന്തോഷമായി ജീവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയത്തും നമ്മുടെ കൈരളി പീപ്പിളോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. എനിക്ക് കൈരളി ടിവിയോട് പ്രത്യേകം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.people.tv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി തിങ്കളാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.